ഒരിക്കലും ഇതൊരു മനുഷ്യനെ ഉയർത്തുന്ന മീറ്റിംഗ് അല്ല. ആമേൻ. ഇവിടെ ഞങ്ങൾ ഉയർത്താൻ ആഗ്രഹിക്കുന്നത് ആമേൻ കർത്താവിനെയാണ്. ഹല്ലേലൂയ. ആമേൻ. മാറ്റം വരാത്ത ആമേൻ ഹല്ലേലൂയ ഒരിക്കലും മാറാത്ത ആമേൻ ഒരുവനുണ്ട്. ഹല്ലേലൂയ. മരിച്ചുപോയൊരു കർത്താവിനെ ഉയർത്താനല്ല ഞങ്ങളിവിടെ ആമേൻ ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നേ. നമുക്ക് വേണ്ടി നിൽക്കുന്ന, നമ്മുടെ ഏത് ആവശ്യങ്ങളിലും നമ്മളെ അറിയുന്ന, ഏത് സാഹചര്യത്തിൻ്റെ നടുവിലും എല്ലാവരും മാറി നിൽക്കുന്ന സമയത്ത്, എല്ലാവരും ആമേൻ ഹല്ലേലൂയ ആമേൻ നീങ്ങിപ്പോകുന്ന സമയത്ത്, നിങ്ങൾ ഒറ്റപ്പെടുന്ന സമയത്തും ആമേൻ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ഒരുവനെയാണ് ഞങ്ങൾ ഇതിനകത്ത് ഉയർത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, ആമേൻ ഒറ്റയ്ക്കായി പോകാതെ ആമേൻ വിഷമങ്ങളെ, ഭാരങ്ങളെ, നിരാശകളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലമുണ്ട്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങൾ 34 ആമേൻ 18 വാക്യം ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പലവിധമായ വിഷയങ്ങളോടെ, വേദനകളോടെ, ഭാരങ്ങളോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ ആമേൻ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, നമ്മുടെ ഹൃദയങ്ങളെ അറിയാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. നിങ്ങളുടെ അടുത്ത ചെയറിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. നിങ്ങളുടെ വിഷമങ്ങളെ അറിയാൻ അടുത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഡോക്ടറോട് പോയി വിഷയം പറഞ്ഞാൽ അവൻ നിങ്ങളുടെ രോഗത്തിൻ്റെ കാഠിന്യം എത്രയെന്ന് ഡോക്ടർക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നിങ്ങളിൽ നിന്ന് കേട്ട അനുഭവത്തിനകത്തുനിന്ന് ഡോക്ടർ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മരുന്ന് കുറിക്കും. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഏതെങ്കിലും സ്കാനിങ് റിപ്പോർട്ടിൻ്റെ അവൻ ഹല്ലേലൂയ അടിസ്ഥാനത്തിൽ അവർ നിങ്ങൾക്ക് വേണ്ടി മെഡിസിൻ എഴുതും. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ എന്താന്ന് ഉള്ളതുപോലെ അറിയുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രികാലം ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഹൃദയം നുറുക്കത്തോടെ, ഭാരത്തോടെ, വേദനയോടെ ആരെങ്കിലും ഇന്ന് രാത്രികാലം ദൈവമുഖം അന്വേഷിച്ച്, ദൈവശബ്ദം അന്വേഷിച്ച് ഈ ഗ്രൗണ്ടിനകത്തായിരിക്കുന്നെങ്കിൽ, ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്നെങ്കിൽ, ഉറപ്പോടെ ഞാൻ പറയാം, നിങ്ങളെ അറിയുന്ന ഒരുവൻ ഇന്ന് രാത്രികാലം നിങ്ങളെ ഹല്ലേലൂയ സമീപിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലം ആ ദൈവ ശബ്ദം അവൻ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക. വിരോധമായി കിടക്കുന്ന ചില അവൻ ശത്രുവിന്റെ എഴുത്തുകളെ അവൻ ഇന്ന് രാത്രികാലം പിശാചിന്റെ അവൻ സകല തന്ത്രങ്ങളെ സ്വർഗം ഉടച്ചു മാറ്റിയിട്ട് അവൻ ചില വിടുതലുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോകുക. വിശ്വസിക്കുന്നവരെ കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. 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 നമ്മളെ നന്നായി അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ കർത്താവ് നമ്മളെ അറിയുന്നുണ്ടെങ്കിൽ നമ്മളെ മാറ്റുവാൻ, നമുക്ക് വ്യത്യാസങ്ങളെ തരുവാൻ, നമ്മുടെ ജീവിതത്തിനകത്ത് വിഷയങ്ങൾക്കകത്ത് അവൻ പരിഹാരങ്ങളെ തരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് രാത്രികാലം ചലിക്കും. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ മൂടാമോ? ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇന്ന് രാത്രികാലം വചനത്തിനായി എന്നെ ഒരുക്കണം. നിങ്ങളെ വിടുവിക്കുന്നത് ഒരു വ്യക്തിയല്ല, ഒരു മനുഷ്യനല്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്നത് ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനല്ല. ഇതിൻ്റെ മുൻപിൽ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അവൻ ഞാൻ എന്ന വ്യക്തി അവൻ ഒരു മീഡിയേറ്റർ മാത്രമാ. പക്ഷെ നിങ്ങളെ അറിയുന്ന ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ ദൈവ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച കർത്താവേ, എൻ്റെ വിഷയത്തിന് പരിഹാരമായവനെ, എന്നെ നന്നായി അറിയുന്നവനെ, ഞാൻ എന്താന്ന്, എൻ്റെ ഇന്നലെ എന്താന്ന്, എൻ്റെ നാളെ എന്താന്ന് അവൻ നന്നായി അറിയുന്നവനെ, ഇന്നലകളിലെ ചരിത്രം മാറ്റിയിട്ട് എന്നെ ഒരു അവൻ ഹല്ലേലൂയ അവൻ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ, ഇന്നലകളുടെ പരാജയങ്ങളെ മാറ്റിയിട്ട് എന്നെ ഒരു ജയമാക്കി തീർക്കുവാൻ, ഇന്നലകളുടെ ശൂന്യതകളെ മാറ്റിയിട്ട് എന്നെ ഒരു നിറവാക്കി തീർക്കുവാൻ ശക്തിയുള്ളവനെ, ഇന്ന് രാത്രികാലം എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ വചനം ഇന്ന് രാത്രികാലം എന്നെ സന്ദർശിക്കണമേ. ഈ ഹൃദയത്തിനകത്ത് ഈ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രികാലം പറഞ്ഞു, അഭിഷേകത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുക. ആ ഹൃദയങ്ങളെല്ലാം ഒരുക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ. ഇന്ന് രാത്രികാലം ദൈവ ശബ്ദത്തിനായി അവൻ ഹൃദയങ്ങൾ ഒരുക്കപ്പെടട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്ന് രാത്രികാലം അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന, ഈ ശബ്ദ പരിധിക്കുള്ളിലായിരിക്കുന്ന, മീഡിയയിലൂടെ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയൻ ഏൽപ്പിക്കുന്ന കർത്താവേ, ആരും ഈ ശബ്ദത്തിന്റെ മുൻപിൽ നിന്ന് നിരാശയോടെ മടങ്ങരുത്. അവരെ ഉള്ളതുപോലെ അറിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം സന്ദർശിക്കണമേ. ഇതൊരു സാധാരണ മീറ്റിംഗ് കഴിഞ്ഞു പോകരുത്. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇത് ജീവിതത്തിന് വഴിത്തിരിവാകുന്ന, വ്യത്യസ്തതയിലൂടെ അവരെ നടത്തുന്ന ഒരു അസാധാരണമായ ദിവസമായി ഇന്ന് രാത്രികാല സ്വർഗം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പപ്പ
അവിടെ കരങ്ങളിലേക്ക് തരുന്നു. മഹത്വം ഞങ്ങൾക്കായി ചലിക്കണം. ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾക്കായി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിലേക്ക് അങ്ങയുടെ ജനത്തെ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. വേഗത്തിലൊരു ഭാഗത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിക്കാമോ? ആമേൻ. വിശുദ്ധനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഒന്ന് എടുത്തൊരാൾ വേഗത്തിൽ വായിച്ച. റോമർ 8 അതിൻ്റെ 11. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. മതി. ഹല്ലേലൂയ. ആ ഭാഗം ഇങ്ങനെ നമ്മൾ വായിക്കുന്നേ: യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. അങ്ങനെ വായിക്കുന്നേ. ആമേൻ. ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ. ഹല്ലേലൂയ. ഒടുവിൽ പറയുന്നത് ഇങ്ങനെയാണ്: ആമേൻ, തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ ഈ വചനം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിലായിരിക്കുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ രണ്ടാണ്. ഒന്നാമത്തെ കാര്യം ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ രോഗം കൊണ്ട് ജീവിക്കാൻ മേല, ബാധ്യത കൊണ്ട് ജീവിക്കാൻ മേല. ഹല്ലേലൂയ. അടുത്തുള്ളവൻ ചെയ്യുന്ന ആഭിചാരം കൊണ്ട് ജീവിക്കാൻ മേല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. എന്താ പറയാ, ആമേൻ, സമാധാനമില്ലായ്മ കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല. രണ്ടാമതൊരു കാര്യം, മരണത്തിന്റെ ഭയം. ഹല്ലേലൂയ. ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. രണ്ട്, ഹല്ലേലൂയ, ആമേൻ, എപ്പോഴും പിന്നാലെ നടക്കുന്ന ഒരു മരണത്തിന്റെ ഭയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിനകത്ത്, ഈ ഗ്രൗണ്ടിനകത്ത്, ഈ ശബ്ദം കേൾക്കുന്നവരോട് പറയാൻ ഒറ്റ കാര്യം പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. തന്നിട്ടുള്ളൂ. ആമേൻ. നമ്മുടെ കർത്താവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇരിക്കുന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്താനാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നേ. നിങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടാകാം. നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന ചില മണ്ഡലങ്ങൾ ഉണ്ടാകാം. ജീവിക്കുന്നത് എന്തിനെന്ന് ചിന്തിപ്പിക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാകാം. മരിച്ചാൽ കൊല്ലാമെന്ന് ചിന്തിപ്പിക്കുന്ന മണ്ഡലം ഉണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രികാലം വചനം പറയുന്നത്, നിങ്ങൾ മരിക്കാൻ വേണ്ടി അല്ല ഇതിനകത്ത് വന്നേ. അങ്ങനെ വന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? മരിക്കാൻ ആഗ്രഹിച്ചിട്ട് വന്നവരുണ്ടോ? ഇല്ലല്ലോ. ഹല്ലേലൂയ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയേ. ഹല്ലേലൂയ. ആരും മരിക്കാൻ ആഗ്രഹിച്ചിട്ട് ദൈവ സാന്നിധ്യം തേടി വരത്തില്ല. മരണത്തിന് വേണ്ടി സാഹചര്യങ്ങൾ തള്ളിവിടുന്നവരുണ്ടാകാം. ഹല്ലേലൂയ. മരണത്തിന് വേണ്ടി കടബാധ്യത കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, അസമാധാനം കൊണ്ട് ഒക്കെ മരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പക്ഷെ മരിക്കുവാൻ ആർക്കും താല്പര്യമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന് പറയാനൊന്നുണ്ട്, ദൈവത്തിന് പറയാനൊന്നുണ്ട്. നമ്മുടെ മേൽ ദൈവം ഒന്നിനെ പകരും. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടി. കൊന്നുകളയുമെന്ന്, തോൽവിയാക്കുമെന്ന്, പരാജയപ്പെടുത്തുമെന്ന്, നിന്ദയാക്കുമെന്ന്, ഒരു പരസ്യക്കോലമാക്കുമെന്ന്, ദേശത്തിന്റെ നടുവിൽ നീ ഒരു നിന്നാ വിഷയമാകുമെന്ന് നിന്നെ നോക്കി പറയുന്ന അതേ മണ്ഡലങ്ങൾ നിന്റെ മുൻപിൽ വാദിച്ചു നിൽക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഈ ശബ്ദം കേൾക്കുന്നവരോട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ പരാജയത്തെ മാറ്റുവാൻ ഒരുവൻ ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. നിന്റെ ജീവിതത്തിന്റെ തോൽവിയെ മാറ്റുവാൻ ഒരുവൻ ഇന്ന് രാത്രികാലം ഇതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ഒരു മനുഷ്യന് നിന്നെ ജയിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. നിന്റെ ചാർച്ചക്കാർക്ക് നിന്നെ ജയിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് നിന്നെ വിജയിപ്പിക്കുവാൻ കഴിയും. നിന്റെ ജീവിതത്തെ പിന്തുടർന്ന തോൽവികളെ മാറ്റുവാൻ കഴിയും. നിന്റെ പരാജയത്തെ മാറ്റുവാൻ കഴിയും. നിന്റെ തലയെ ഉയർത്തുവാൻ കഴിയും. Hallelujah, hallelujah,
ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഏതൊക്കെയോ മണ്ഡലങ്ങളാൽ വ്യസനിച്ച് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ഇതിനകത്തായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗം പറയുക, ഞരങ്ങി ജീവിക്കാനല്ല, തോറ്റവരായി ജീവിക്കാനല്ല. ഇന്ന് രാത്രികാലം സ്വർഗം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ജയാളികളായി ജീവിക്കാനാ. ഹല്ലേലൂയ. ഈ ഈ കൺവെൻഷൻ നടത്തുന്ന ഈ കുടുംബത്തിന്റെ സാക്ഷ്യം നിങ്ങൾ നാളെ വിശദമായി കേൾക്കും. ഹല്ലേലൂയ. അവർക്കും നിങ്ങൾ ആ നോട്ടീസ് കിട്ടിയവരുണ്ടെങ്കിൽ അതിന്റെ പുറകു ഭാഗത്ത് അവരുടെ സാക്ഷ്യം ഒരു ചുരുക്കത്തിൽ എഴുതിയിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ മരിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് അവൻ ഇതിന്റെ നടുവിലുണ്ട് ആങ്കിള്. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് അവൻ ആ ബ്രദറിനോട് പറഞ്ഞു, ഇങ്ങനൊരു പാസ്റ്റർ ഉണ്ട്, വിളിക്കുക. ഹല്ലേലൂയ. സംസാരിക്കുക, പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ആമേൻ. ആ ബ്രദറിനോട് പറഞ്ഞു. ബ്രദർ പറഞ്ഞു, പലയിടത്തും പോയതാ, പക്ഷേ ആമേൻ ഒന്നും നടന്നില്ല, അതുകൊണ്ട് ഇനിയില്ല, പാസ്റ്റർക്ക് വേണം ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. അങ്ങൾ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ദിവസം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ജീവിക്കാൻ ആഗ്രഹിച്ച ആമേൻ സ്ഥലത്ത് നിന്ന് അവരെ ജീവിതത്തിലേക്ക് ദൈവം മരിക്കാൻ ആഗ്രഹിച്ച സ്ഥലത്ത് നിന്ന് ആമേൻ ജീവനിലേക്ക് അവരെ മടക്കി കൊണ്ടുവന്നപ്പോൾ അവരുടെ ഹൃദയത്തിലെ ആമേൻ ഒറ്റ ആഗ്രഹം, അവൻ ജീവിപ്പിച്ച കർത്താവിനെ എനിക്കൊന്ന് ഉയർത്തണം. ഹല്ലേലൂയ. ഞങ്ങളെ ജീവിപ്പിച്ച അവർക്ക് പറയാനൊരു സാക്ഷ്യമുണ്ട്. മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തവരാ ഞങ്ങൾ, പക്ഷേ ആ മരണത്തിന്റെ താഴ്വരക്കകത്തും ഞങ്ങളെ വിട്ടുകൊടുക്കാതെ ഞങ്ങളെ പുറത്തെടുത്ത ഒരുവനുണ്ട്. അവനെ അത്രയും ഞങ്ങൾ ഉയർത്തുന്നത്. ഇന്ന് രാത്രികാലം പറയാം, നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് നിങ്ങളെ തള്ളിവിടുമ്പോ, നിന്റെ നന്മയെ മൂടുമ്പോ, നിന്റെ അനുഗ്രഹത്തെ മൂടി വെക്കുമ്പോ, നിനക്ക് വരേണ്ടെന്ന ഹല്ലേലൂയ ദൈവിക ഉയർച്ചകളെ തരാതെ പിടിച്ചു വെക്കുമ്പോ, ഇന്ന് രാത്രികാലം സ്വർഗം പറയുന്നു, ആമേൻ, നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ, നിന്റെ ഭാവിയെ മാറ്റിമറിക്കുവാൻ, നിന്റെ തകർച്ചകളെ മാറ്റുവാൻ അവൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രികാലം നിന്നെ സമീപിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയെന്നറിയാമോ? തോൽവിയിൽ തുടർന്നു കൊണ്ടുപോകാനല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കുന്നവരൊന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ജീവനുണ്ടോ എല്ലാവർക്കും? ഹല്ലേലൂയ. ജീവനുള്ളവരാണോ? എന്നാ ഒന്ന് അറ്റ്ലീസ്റ്റ് ചിരിച്ചുകൊണ്ടേ ഇരിക്കേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിരിക്കുന്ന മുഖത്തെ കാണാൻ ഭയങ്കര സൗന്ദര്യം, അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഹല്ലേലൂയ. സീരിയസ് ആയി. ഹല്ലേലൂയ. ചിരിക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ എന്നെ കാണാൻ ഒരു ഗ്ലാമറും ഇല്ല, ആമേൻ, എന്നെ കാണാൻ ഒരു ഭംഗിയില്ല. ഞാൻ പറയും, 5 പേരോട് നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് മുഖം കാണിച്ചിട്ട് ചോദിച്ചാൽ അവർ പറയും, സത്യമായിട്ടും നിങ്ങളെ കാണാൻ ഒരു ചന്തമില്ല, പക്ഷെ ഒന്ന് ചിരിച്ചിട്ട് അവരെ ഒന്ന് സമീപിച്ച് നോക്ക്. അന്നേരം അവർ പറയും, ഹല്ലേലൂയ, നിറം കുറവായിരിക്കാം, ഹല്ലേലൂയ, ആമേൻ, ലോകം കാണുന്നത് പോലെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നിനക്ക് ഭംഗിയില്ലായിരിക്കാം, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അതെങ്ങനെ വരുന്നതെന്നറിയാമോ? അത്ര തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം. എനിക്ക് മനസ്സിലായി, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ഒത്തിരി ഭാരങ്ങളും കൊണ്ടാണ് വന്നേ. എന്തുണ്ടെങ്കിലും കർത്താവിൻ്റെ എടുത്ത് മാറ്റും, കർത്താവിൻ്റെ വിടുതൽ വരും. ഹല്ലേലൂയ. പിണങ്ങിയില്ലല്ലോ എന്നോട്? കരങ്ങളെ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. എന്തിനാ ദൈവം നമ്മളെ വിളിച്ചേ? എന്തിനാ ഇങ്ങനെ ആമേൻ പലയിടത്തായിട്ട് ഈ സുവിശേഷവും ഈ ശബ്ദമൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ എന്താ അതിനകത്തുനിന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? നമ്മളൊന്ന് ജീവിക്കണം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ ജീവിതം മടുത്ത് സിസ്റ്ററെ, ഒന്ന് കഴിഞ്ഞെങ്കിൽ ഹല്ലേലൂയ കൊള്ളായിരുന്നു എന്ന് ചിന്തിച്ച് എത്രയോ പേര് ഇതിനകത്തുണ്ട്. കൈ ഉയർത്താൻ പറഞ്ഞാൽ ഉയർത്തുമോ? ചിലപ്പോൾ ഉയർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജീവിതം മടുത്ത് സിസ്റ്ററെ. ഹല്ലേലൂയ. ഒന്ന് കഴിഞ്ഞെങ്കിൽ. രോഗം കൊണ്ട് എന്നും രോഗം, എന്നും പ്രയാസം. ഇതൊക്കെ ഇതിനകത്തുള്ള വ്യക്തികളുടെ കുറിച്ച് ഞാൻ പറയുക. നിങ്ങളെ കർത്താവിന് സൗഖ്യമാക്കും. ഹല്ലേലൂയ. എന്നും രോഗം, എന്നും പ്രയാസം, വീട്ടിനകത്ത് സമാധാനമില്ല. ഹല്ലേലൂയ. കിടന്നിട്ട് ഉറക്കമില്ല. ഹല്ലേലൂയ. വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അവൻ ഇങ്ങനെ ജീവിതത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുക. ഒരു കര എത്തണമെന്ന് പറഞ്ഞ് വള്ളം തുഴച്ചിലോട് തുഴച്ചില് എങ്ങും എത്തുന്നില്ല. ഇന്നും നടുക്കടലിനകത്ത്. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ഇന്ന് ആ ശക്തി നിങ്ങളുടെ മേൽ വരും. എന്തിനാണെന്നറിയാമോ? ചുമ്മാതല്ല, ജീവിപ്പിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ജീവിപ്പിക്കാൻ വേണ്ടി സ്വർഗം ഇതിനകത്ത് ചിലതിനെ കണ്ടിട്ടുണ്ട്. നിന്റെ പരാജയത്തെ മാറ്റത്തക്ക വണ്ണം നിന്നിലേക്ക് ഇറങ്ങി വരുവാൻ ആ ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ജീവിപ്പിക്കാമെന്നുള്ള പറയുന്ന വാക്ക് ഇവിടെ തുടങ്ങിയതല്ല.
എവിടെ തുടങ്ങിയെന്നറിയാം? വാഗ്ദത്തം. അതിന് മുന്നേ ഒത്തിരി തവണയുണ്ട്. എടുത്തു പറയത്തക്ക 1-2 വാക്യങ്ങൾ പഴയ നിയമത്തിനകത്ത് പറഞ്ഞിട്ട് പോകാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ആമേൻ ഒരു ദൂത് ആമേൻ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേൽ പ്രവാചകനിലൂടെ വിളിച്ചു പറയുക. 37-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് സൗകര്യമായിട്ട് വായിക്കുക. അവൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ 9:30 ആയാലും ഞാൻ മെസ്സേജ് തീർക്കത്തില്ല, ഞാൻ ഓടിപ്പോകാം. നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിച്ചുകൊണ്ടാൽ മതി. ആമേൻ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. നമ്മൾ വായിച്ച വാക്യം എന്താ പറയുന്നേ? മരിച്ചവനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ച്, മരിച്ചവരുടെ നിന്ന് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അതേ ആത്മാവ് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ എന്ത് ചെയ്യും? ജീവിപ്പിക്കും. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകൻ എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഉണങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തെ നോക്കി ആമേൻ യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. അവിടെ കഴിഞ്ഞില്ല. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഹല്ലേലൂയ, അവൻ സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ഒരേ ഒരു ആഗ്രഹം, നിങ്ങൾ തോൽവിയായിരിക്കണമെന്നല്ല, നിങ്ങൾ ജീവിക്കണമെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇതൊക്കെ ഒരു ജീവിതമാണോ എന്ന് ചിന്തിച്ച് ഹല്ലേലൂയ ആമേൻ നാഴികയ്ക്ക് 40 വട്ടം ആമേൻ എന്നാലും ഇങ്ങനൊരു ജീവിതമാണല്ലോ ദൈവമേ എനിക്ക് തന്നതെന്ന് ദൈവത്തെയും കുറ്റം പറഞ്ഞ്, ഇങ്ങനൊരു മനുഷ്യനെയാണല്ലോ ദൈവം എനിക്ക് തന്നതെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവിത പങ്കാളിയെയും കുറ്റം പറഞ്ഞ്, ഇങ്ങനെ 2 തലമുറയാണല്ലോ എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെയും കുറ്റം പറഞ്ഞ് ആമേൻ പരിതപിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ആരേലും ഉണ്ട് ഇന്ന് രാത്രികാലം ഞാൻ പറയും, ഏത് സാഹചര്യത്തിനകത്തും ചേഞ്ച് വരുത്തുവാൻ കഴിവുള്ള ഒരു ആത്മാവുണ്ട്. നീ തോൽവി എന്ന് പറഞ്ഞെടുത്ത് ജയിച്ചവനായി നിർത്തുവാൻ കഴിവുള്ള ഒരു ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ചലിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. എന്തിനാ പകരുന്നേ? ജീവിക്കേണ്ടതിന്, ജീവിക്കേണ്ടതിന്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മളെ ജീവിപ്പിക്കാതിരിക്കാനുള്ള ശക്തികളുണ്ട്. ജീവിപ്പിക്കാതിരിക്കാൻ നമ്മൾ പറയും, സിസ്റ്ററെ ഒത്തിരി പ്രയാസം, ഒത്തിരി പ്രതികൂലങ്ങൾ വർഷങ്ങളായി പിന്തുടർന്ന് വരിക, വർഷങ്ങളായി അവൻ കടക്കണിക്കകത്തുനിന്ന് എത്ര അധ്വാനിച്ചിട്ടും പുറത്തു വരാൻ പറ്റുന്നില്ല, മെഡിസിൻ കഴിഞ്ഞിട്ട് സൗഖ്യമില്ല. ഇന്ന് ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അവരുടെ ആമേൻ ഒരു അനുജത്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സഹോദരി ആമേൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ഇടയ്ക്ക് ശരീരത്തിൽ അവിടെ ഇവിടെ മുഴയാണ്. ആമേൻ ചെന്നു, ആമേൻ ചെക്ക് ചെയ്തു. ആമേൻ ഹല്ലേലൂയ. ഡോക്ടർമാർ പറഞ്ഞു ക്യാൻസർ ആകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ആമേൻ RCCയിലോട്ട് വിട്ടു. ആമേൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ചെന്നു സ്കാൻ ചെയ്ത് നോക്കി, ഒരു കുന്തവും ഇല്ല. ഹല്ലേലൂയ. അവർ പറഞ്ഞു ഒന്നും തെളിയുന്നില്ല, എന്താണെന്നൊന്ന് പ്രാർത്ഥിച്ച് നോക്കണം. ഹല്ലേലൂയ. ചിലത് തെളിയുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിടുന്ന ചിലത് തെളിയത്തില്ല. ഒരു കൊല്ലത്തിൽ നിന്നൊരു സഹോദരി 2-3 ദിവസമായി എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടിയേ. അപ്പം ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട് അവിടെ ഒക്കെ. അപ്പോൾ ആ സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ സിസ്റ്ററെ കഴിഞ്ഞ ആമേൻ കൊല്ലം മീറ്റിങ്ങിനകത്ത് ആമേൻ മീറ്റിംഗ് കഴിഞ്ഞവർ പോകാൻ ഇറങ്ങുമ്പോൾ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ കുറേ ദിവസം എൻ്റെ വയറിനൊരു വേദന. ഹല്ലേലൂയ. ആമേൻ ഒന്ന് ഭയങ്കര അസ്വസ്ഥ, എന്തോ വയറിലുണ്ട്, ഉറപ്പാണ്, എന്തോ വയറിനകത്ത് ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞു ആമേൻ ഒന്ന് സ്കാൻ ചെയ്തേച്ച് വരാൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞു ശരി പ്രാർത്ഥിച്ച് വിടാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അടുത്ത് വന്നു, നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു ധൈര്യമായിട്ട് പൊക്കെ, ഒരു കുഴപ്പമില്ല. 3 ദിവസം കൊണ്ട് എന്നെ വിളിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? പുള്ളിക്കാരത്തി എന്നെ സ്കാൻ ചെയ്തിട്ട് വയറിനകത്ത് ഒന്നും ഇല്ലയെന്ന് പറയാൻ. ഒരു കുഴപ്പമില്ല, കർത്താവ് സൗഖ്യമാക്കി. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, എന്തുണ്ടെങ്കിലും സൗഖ്യമാക്കാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. കർത്താവിന് അസാധ്യമായിട്ട് നിങ്ങൾ ഇന്ന് കണ്ടേച്ച് ഇതിനകത്തിരിക്കുന്ന വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ പറയും, നിങ്ങൾ എന്ത് വിഷയത്തെ കണ്ടേച്ച് ഇതിനകത്ത് ഭാരത്തോടെ ഇരിക്കുന്നു, അതിനകത്ത് വിടുതൽ തരുവാൻ കഴിവുള്ള യേശുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. എനിക്ക് എൻ്റെ കർത്താവിന് ഭയങ്കര വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിച്ചാലും എനിക്ക് വിശ്വാസമാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു കാര്യം പറയാം, നിങ്ങളോട് ഒന്ന് വിശ്വസിച്ചാൽ ചില വിടുതലുകൾ നിങ്ങളുടെ മേൽ പകരും കർത്താവ്. ഹല്ലേലൂയ. സഹോദരിയുടെ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. ആമേൻ. ഡോക്ടർ പറയും ഇനി ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ വേണേൽ സ്കാൻ ചെയ്ത് നോക്കൂ. 1 തവണ നോക്കിയിട്ടോ ഇനി 3 തവണ നോക്കിയാലും ഒന്നും കാണത്തില്ല അവിടെ, അതെനിക്കറിയാം. ഹല്ലേലൂയ. ഞാനൊരു കാര്യം, ആ സഹോദരൻ വയറുവേദന മാറി കേട്ടോ. ഹല്ലേലൂയ. ലൈവിൽ എൻ്റെ കേൾക്കുന്നുണ്ടാകും മേ ബി. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് ജീവിപ്പിക്കത്തില്ലെന്ന് വാദിക്കുന്ന മണ്ഡലങ്ങൾ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാകാം.
ഹല്ലേലൂയ. ചില ഭവനങ്ങൾക്കകത്ത് തേർവാഴ്ച നടത്തുന്ന ചില ഇരുട്ടിൻ്റെ ആധിപത്യങ്ങൾ നിങ്ങൾ പറയുന്നതായിരിക്കും, എങ്ങനെ ഇതിനകത്തുനിന്ന് മോചനം കിട്ടുന്നേ? ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ, ജീവിതം ദുസ്സഹമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് മരണമെന്നെത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ ജീവിക്കുന്ന അതേ മുഖത്ത് നിന്നുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളോട് പറയാനൊന്നുണ്ട്. നിന്നെ തോൽവികളെ മാറ്റി, നിന്റെ പരാജയങ്ങളെ മാറ്റി ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരുവന്റെ ശബ്ദമാ ഇന്ന് രാത്രികാലം നിന്റെ ചെവിയിലേക്കെത്തുന്നേ. ഇന്ന് രാത്രികാലം നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ യേശുവിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിപ്പിക്കാമെന്ന് പറഞ്ഞേക്കുന്നേ. ഹല്ലേലൂയ, ആമേൻ. എവിടോ മരിച്ചു പോയവരാ നമ്മളെല്ലാവരും. എവിടെ? ഏദൻ തോട്ടത്തിനകത്ത്. എൻ്റെ സമയം ഓടുക. ഏദൻ തോട്ടത്തിനകത്ത്. ഹല്ലേലൂയ. അവൻ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി വെച്ചു, പാപം ചെയ്തു. ഹല്ലേലൂയ. മനുഷ്യനിൽ നിന്ന് ദൈവ തേജസ് നഷ്ടമായി. എന്താ നഷ്ടമായതെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ഉളവാക്കിയിട്ട്, മനുഷ്യനെ കൈകൊണ്ട് അവൻ ഉണ്ടാക്കിയിട്ട് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഒരു ജീവശ്വാസം ഊതി. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കേൾക്കുന്നു? ജീവശ്വാസം ഊതി. ഈ ജീവശ്വാസത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവൻ ആത്മാവെന്ന് പറയാം. ഹല്ലേലൂയ. ഈ വെറും മണ്ണായിരുന്ന മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ശ്വാസം ഊതിക്കഴിഞ്ഞപ്പോ വെറും മണ്ണായിരുന്ന മനുഷ്യൻ തേജസ്സിനാൽ പൊതിയപ്പെട്ടു. ഹല്ലേലൂയ. നിങ്ങളിത് വിശദമായി പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. തേജസ്സിനാൽ പൊതിയപ്പെട്ടു. അവരിൽ ഒരു തേജസ്സിന്റെ വസ്ത്രമുണ്ടായിരുന്നു. ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, അവൻ ഈ തോട്ടത്തിനകത്തുള്ളതെല്ലാം നിങ്ങൾക്ക് കഴിക്കാം, പക്ഷെ തോട്ടത്തിന്റെ നടുവിലൊരു വൃക്ഷമുണ്ട്, അതിന്റെ ഫലം കഴിക്കരുത്. എപ്പോ തെറ്റ് ചെയ്തോ അന്നേരം, ഹല്ലേലൂയ, ഇവരുടെ മേൽ ദൈവം ഇട്ട തേജസ്സിന്റെ വസ്ത്രം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇവരിൽ നിന്ന് നഷ്ടമായി. വചനം പറയുന്നു, അന്നേരം മുതൽ മനുഷ്യനിലേക്ക് മരണം കടന്നു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനകത്ത് നിന്നാണ് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പ്രവചനത്തിലൂടെ ദൈവാത്മാവ് വിളിച്ചു പറയുന്നേ, ഞാൻ അതിനെ തിരിച്ച് നിങ്ങളിലേക്ക് തരും. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഞാൻ ആ ആത്മാവിനെ നിങ്ങളിലേക്ക് തിരിച്ചു തരും. അതിനു വേണ്ടി ദൈവം ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തു. ഒത്തിരി പ്രവാചകന്മാരിലേക്ക് അവൻ ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചു, രാജാക്കന്മാരിലേക്ക് അഭിഷേകത്തെ അയച്ചു. പക്ഷേ അതൊന്നും നിലനിൽക്കുന്നതായിരുന്നില്ല. ഒടുവിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അറുക്കപ്പെടുവാൻ വേണ്ടി നിത്യമായ ഒരു യാഗത്തിനായി, യാഗമൃഗമായി, ഹല്ലേലൂയ, കുഞ്ഞാടായി ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ഹല്ലേലൂയ. യേശു ഈ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. കന്യക മറിയയിൽ ആമേൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനാൽ ആമേൻ ജനിച്ച് ആമേൻ 30 വയസ്സ് വരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങിയിരുന്ന ഒടുവിലത്തെ 3.5 വർഷക്കാലം പരസ്യ ശുശ്രൂഷ ചെയ്ത് 3.5 വർഷക്കാലം തന്നെ ശുശ്രൂഷയുടെ കാലം തികഞ്ഞപ്പോ ദൈവം നേരത്തെ അവൻ മുൻനിർണയിച്ചിരുന്നത് പോലെ അവൻ ക്രൂശിൽ തന്നെത്താൻ യാഗമായി മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി നശിച്ചു എന്ന് പറഞ്ഞു പോകുന്ന, അവൻ ഒതുങ്ങി എന്ന് പറഞ്ഞു പോകുന്ന ഒരു വലിയ ജനസമൂഹത്തിന് വേണ്ടി അവൻ തന്റെ ജീവനെ അർപ്പിച്ചേച്ച്, അല്ലെ, അവ കഥാ പറയുന്ന ഒരു കാര്യമുണ്ട്, സകല ജാതികളെയും വീണ്ടെടുപ്പിന് വേണ്ടി, സകല ജാതികളുടെയും വീണ്ടെടുപ്പിന് വേണ്ടി ഞാൻ എൻ്റെ രക്തം മറുവിലയായി കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. മറുവിലയായി കൊടുത്തിട്ടുണ്ട്. അന്ന് യേശു അവൻ ക്രൂശിൽ മരണത്തിന് കീഴടങ്ങിയപ്പോ പിശാച് വിചാരിച്ചു അവൻ പിശാച് ജയിച്ചെന്ന്. പക്ഷെ സംഭവിച്ചത് പിശാചിന്റെ ജയമായിരുന്നില്ല. കാൽവരി ക്രൂശിൽ പിശാചിന്റെ സകല തന്ത്രങ്ങളെയും അവന്റെ സകല ആയുധങ്ങളെയും യേശു കർത്താവ് പരാജയപ്പെടുത്തി കല്ലറയ്ക്കകത്ത് അവൻ ഹല്ലേലൂയ കൊണ്ടുവയ്ക്കുമ്പോൾ പിശാച് വിചാരിച്ചു ഇനി യേശു എഴുന്നേൽക്കത്തില്ലെന്ന്. പക്ഷെ വചനം പറയുന്നു, ഒടുവിലത്തെ ആയുധമായ മരണത്തെയും ജയിച്ചിട്ട് 3-ാം നാൾ യേശു കർത്താവ് അവൻ കല്ലറയെ പിളർന്ന് കല്ലറയ്ക്കകത്തുനിന്ന് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റു. മരണത്തിന്റെ ആഗ്രഹം യേശുവിനെ കല്ലറയ്ക്കകത്ത് ഒതുക്കാനായിരുന്നു. പക്ഷെ വചനം പറയുന്നു, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:24 അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ദൈവമോ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. മരണം യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. ഹല്ലേലൂയ. മരണം യേശുവിനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. എന്താ കാര്യമെന്നറിയാമോ?
ഞാൻ പ്രസംഗിച്ച് വരുന്ന വിഷയം അതാ. എന്തുകൊണ്ട് യേശുവിനെ മരണത്തിന് പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല? ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ച വാക്യം. വചനം പറയുന്നു, ഹല്ലേലൂയ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ്. ഹല്ലേലൂയ. ആമേൻ. ആ ആത്മാവ് ഉണ്ടായിരുന്നു. മരണം പറഞ്ഞു, ഞാൻ ഒതുക്കും, ഞാൻ തകർക്കും, ഞാൻ ആമേൻ ഇതിനകത്ത് തന്നെ ഒതുക്കി വെച്ചേക്കും. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, അഭിഷിക്തനെ ഒതുക്കാൻ കഴിയത്തില്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനെ ഒതുക്കാൻ കഴിയത്തില്ല. മരണത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, സാഹചര്യങ്ങൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, തോൽപ്പിച്ചു കളയാൻ കർത്താവിന് വിരോധമായി നിന്ന് അവൻ സാഹചര്യങ്ങൾക്ക്, അവൻ മണ്ഡലങ്ങൾക്ക്, അവൻ റോമൻ ആധിപത്യത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവർക്കാർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്തതുപോലെ മരണത്തിന്റെ പാശങ്ങളെ അഴിച്ച് 3-ാം ദിവസം കല്ലറ വിട്ട് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോ മരണം പറഞ്ഞു, എനിക്ക് യേശുവിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രികാലം അഭിഷേകം പ്രാപിച്ച ദൈവമക്കളുണ്ടോ? ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞ് ഏറ്റെടുത്തു. നിന്നെ ഒതുക്കത്തക്കവണ്ണം പിശാച് ഏതൊക്കെ ആയുധം കൊണ്ടുവന്നാൽ, നിന്നെ ഒതുക്കാൻ പിശാച് എന്തൊക്കെ തന്ത്രങ്ങൾ ഒരുക്കിയാലും, ഈ അഭിഷേകം നിന്റെ മേലുണ്ടോ? ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ചൊതുക്കാൻ ശത്രുവിന്റെ ആയുധത്തിന് കഴിയത്തില്ല. നീ തകർന്നു പോകുമെന്ന് നോക്കി വാദിക്കുന്നു മണ്ഡലങ്ങളെ കണ്ട് ഭയപ്പെടുന്നവരുണ്ടോ? ഇന്ന് രാത്രികാലം പറയാ, നോ നോ നോ, പിശാചേ, മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിന്റെ തന്ത്രങ്ങൾക്ക് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, എന്റെ മേൽ പകർന്നിരിക്കുന്നു അതേ ആത്മാവിനെ എന്നെ പിടിച്ചു വയ്ക്കാൻ പിശാച് നിനക്ക് കഴിയത്തില്ല. ആ വിചാര മണ്ഡലങ്ങളെ കണ്ട് ഭയപ്പെടുന്നവരുണ്ടായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, മുറ്റത്ത് നിന്ന് അതും ഇതും, ഹല്ലേലൂയ, നിങ്ങൾ ബാക്കി കണക്ക് കൂട്ടിക്കോ. 1 രൂപ തൊട്ട് ഇപ്പോഴും കോയിൻ്റെ അളവിന് വ്യത്യാസം വന്നെന്ന് അറിയത്തില്ല. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ, ഒരു വീട്ടിൽ പ്രേയറിന് പോയപ്പോൾ, ഞങ്ങളുടെ മിനിസ്ട്രിക്കകത്തുള്ള ഒരു കുടുംബത്തിനകത്ത് പ്രേയറിന് പോയപ്പോൾ സഹോദരി പറഞ്ഞു, സിസ്റ്റർ, ഒരു രക്ഷയില്ല, ഹല്ലേലൂയ, നമ്മൾ പുറകിൽ ക്യാഷും കൊണ്ട് പോകത്തില്ല, പക്ഷെ പുറകിൽ നിന്ന് 1 രൂപ തൊട്ട് 2 രൂപ തൊട്ട് അല്ല ഇതൊക്കെ കിട്ടുക എങ്ങനെ? ഇത് ഭൂമിക്കടിയിൽ നിന്ന് പൊട്ടി മുളച്ചു വന്നു. ഹല്ലേലൂയ. ആമേൻ. ഇതിനൊക്കെ കണ്ട് പേടിക്കുന്നവരുണ്ട്. ഇന്ന് ഞാൻ പറയാം, ഹല്ലേലൂയ, അതിനെ ജയിക്കുന്ന ഒരു അഭിഷേകത്തെ പ്രാപിച്ചിട്ടേ ഇന്ന് രാത്രികാലം നീ ഗ്രൗണ്ട് വിട്ട് പുറത്തു പോകാവൂ. ഹല്ലേലൂയ. നിന്നെ തോൽപ്പിക്കാൻ, നിങ്ങളെ തോൽപ്പിക്കാൻ നിൽക്കുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങളെ ജയിപ്പാൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരാമെന്ന്, നിങ്ങളുടെ മേൽ പകരാമെന്ന്, നിങ്ങളുടെ മേൽ വരാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാതെ ഈ ഗ്രൗണ്ട് വിട്ട് ഒരു വ്യക്തിയും പുറത്തു പോകരുത്. ഹല്ലേലൂയ. അത് നീ പ്രാപിച്ചെടുക്കുവാൻ ഇന്ന് രാത്രികാലം നിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിന്നെ ശൂന്യമായ പാത്രമായി വിടത്തില്ല, ഒറ്റയ്ക്ക് വിടത്തില്ല. കൂടെ വരുന്ന ഒരു ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തെച്ചിപ്പൂവ്, ഭസ്മം, അവൻ തകിട്, ഹല്ലേലൂയ, കാണുമ്പോൾ മുട്ടുകാല് പറയല. നമ്മളെ പേടിക്കാതിരിക്കണം. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഭയങ്കര ഉത്സാഹമുള്ളവരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവരുണ്ട് ഇതിനകത്ത്. അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്തവരുണ്ടേ. ആമേൻ. പതുക്കെയെങ്കിലും ഒന്ന് കൈ ഉയർത്തി കാണിക്കുക. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, നിങ്ങൾ കൈ ഉയർത്തത്തില്ലല്ലേ? എനിക്കറിയാം. ഇതിനകത്ത് ആമേൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രികാലം പകരും. അവൻ നിങ്ങൾ ചോദിക്കുക, എന്തിനാ അപ്പോൾ പരിശുദ്ധാത്മാവ്? അവൻ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് അവൻ ജീവിക്കാനുള്ള കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, പരിശുദ്ധാത്മാവ് എന്തിനാണെന്ന് അറിയണമോ? ഹല്ലേലൂയ. ഒന്നോ, നിങ്ങൾ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. 2 റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. ഇതിനകത്തുള്ള ക്രിസ്ത്യാനികൾ, കർത്താവിനെ പള്ളി ചർച്ചയിൽ പോകുന്നവരൊക്കെ ഒന്ന് കര ഉയർത്തിയേ. അതിനും ഇല്ലേ? നിങ്ങൾ എങ്ങും പോകത്തില്ലേ? അല്ലെങ്കിൽ ചർച്ചയിൽ പോകുന്നവരോ? ഓക്കെ, താങ്ക് ഗോഡ്, ഇത്രയും പേരെ ഉണ്ടല്ലോ. ബാക്കിയുള്ളവരുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയാൻ മേല. ഹല്ലേലൂയ. എന്നാലും നിങ്ങളെ കണ്ടിട്ട് പോകാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി, സിസ്റ്ററെ കൊല്ലാനാണോ വളർത്താനാണോന്ന് പിടിയില്ല, അതുകൊണ്ട് കൈ ഉയർത്താട്ടെ. ഹല്ലേലൂയ, ആമേൻ. ഓക്കെ, ആമേൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടു. നമുക്ക് അവൻ വചനം പറയുന്നിങ്ങനെ, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ
അല്ല. ഇത് ദൈവത്തിൻ്റെ ആത്മാവിനകത്ത് നിന്നുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ആമേൻ സഭയ്ക്ക് വേണ്ടി എഴുതുന്ന ദൂത. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവൻ അല്ല. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ഒരു വ്യക്തി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആമേൻ, അതിനെ അംഗീകരിച്ച് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ പറയും, സിസ്റ്റർ ഞാൻ ജനിച്ചതേ ചർച്ചിനകത്ത്. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ ഏത് ചർച്ചിൻ്റെ ഡിനോമിനേഷനകത്തായിരിക്കുന്നു എന്ന് എനിക്ക് പ്രശ്നമേ അല്ല. നിങ്ങൾ ഏത് ചർച്ചിലോ പൊക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവരാണല്ലോ അല്ലേ, ഹല്ലേലൂയ. ഏത് ചർച്ചിലോ പൊക്കോ. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഈ ആത്മാവിൻ്റെ പകർച്ച, ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങളിൽ പ്രാപിച്ചിട്ടില്ല. എന്നോട് പിണങ്ങണ്ട, പിണങ്ങിയിട്ടും കാര്യമില്ല. ആമേൻ, നിങ്ങൾ പിണങ്ങി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നഷ്ടപ്പെടത്തില്ല. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളിത് റിസീവ് ചെയ്താൽ, എനിക്കത് കർത്താവെ അങ്ങ് പറഞ്ഞ വചനം 5 പേര് ഏറ്റെടുത്തല്ലോ, എനിക്കത് സന്തോഷം. ഹല്ലേലൂയ. നിങ്ങൾ എടുത്താലും എടുത്തില്ലേലും എനിക്കൊരു കാര്യം പറയാം, എന്നെ ദൈവം ഏൽപ്പിച്ചാലും ഞാൻ പറഞ്ഞേച്ചു പോകും. ഹല്ലേലൂയ. ഇതൊന്ന് വർക്ക് ചെയ്യണമെന്ന്, ഇത് നിങ്ങളിലൊന്ന് ക്രിയ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ അവൻ നിറവേറി വരണമല്ലോ. നിങ്ങൾ തോൽവിയാകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ജയമായി മാറണമെങ്കിൽ ആമേൻ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കുക. അവൻ വചനം പറയുന്നു, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. നിങ്ങളിനി നാളെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും വരണ്ട. അവൻ ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞ, വചനത്തിനകത്തുള്ളത്. ഹല്ലേലൂയ. വചനം പറയുന്ന അവൻ അപ്പോസ്തല പ്രവൃത്തികൾ ഇങ്ങനെ പറയുന്നു, അന്ന് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ചർച്ചിൽ പോകുന്ന, ഏതേലും ഒരു ചർച്ചിൽ പോകുന്ന നമ്മൾ പറയും ഞാൻ ക്രിസ്ത്യാനിയാ. അപ്പൂപ്പൻ്റെ കാലം മുതലേ ക്രിസ്ത്യാനിയാ. ഹല്ലേലൂയ. അപ്പൂപ്പൻ്റെ കാലം മുതൽ എനിക്ക് യേശുവിനെ അറിയാം. ആമേൻ. അപ്പൂപ്പൻ്റെ കാലം മുതലേ ഞങ്ങൾ ചർച്ചിനകത്ത് ആമേൻ അവിടുത്തെ ആക്റ്റീവ് മെമ്പർ എന്തുമായിക്കോ, നോ പ്രോബ്ലം. പക്ഷേ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടില്ലെങ്കിൽ, ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നിട്ടില്ലെങ്കിൽ, ഞാൻ പറയും ക്രിസ്ത്യാനി എന്ന പേരിന് നിങ്ങൾ, ഞാൻ ചർച്ച ചേർക്കുന്ന പരിപാടിയൊന്നുമില്ല എനിക്ക്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായി തീരണം. പിണങ്ങാത്തവരൊന്ന് കര ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഓ താങ്ക് ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച്, ഒന്ന് ശ്രദ്ധിച്ചു തന്നെ. ഹല്ലേലൂയ. വചനം പറയുന്നത് ഇങ്ങനെ, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവൻ അല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത വ്യക്തി ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റുമോ? അപ്പം നിങ്ങൾ പറയുമോ, നെയ്യില്ലാത്ത നെയ്യപ്പത്ത് നമ്മൾ നെയ്യപ്പം എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ക്രിസ്ത്യാനി ആവണമെങ്കിൽ എന്ത് വേണം? ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ത് വേണം? നമ്മളിൽ. ഇത് കിട്ടാത്തവരുണ്ട്, ഇന്ന് പ്രാപിച്ചിട്ട് വേണം പോകാൻ. ഇതിനകത്ത് കർത്താവ് നിങ്ങളുടെ മേൽ പകരാൻ പോവുക. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല. എൻ്റെ ഭാഷയെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാതെ ക്രിസ്ത്യാനി ഞാൻ പറയുന്നവർ മുക്കുവണ്ട. ഹല്ലേലൂയ. കേട്ടോ? ഹല്ലേലൂയ. മുക്ക് വണ്ടം മാറി നല്ല വണ്ടം ആവണമെന്ന്. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്ത ആൾ ആരല്ല? എന്തുകൊണ്ടാണ് ശിഷ്യന്മാരെന്ന് പറഞ്ഞെന്നറിയാവോ? എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ? വചനം ഞാൻ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്ന് പറഞ്ഞു, ആമേൻ, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് എന്തെന്ന് പേരായി? ക്രിസ്ത്യാനികളെന്ന് പേരായി. ഈ ക്രിസ്ത്യാനികളെന്ന് വിളിച്ചത് ആരെന്നറിയാമോ? സഭ എന്ന് പറയുന്നത്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ സഭയിൽ ആമേൻ പ്രധാനപ്പെട്ട ആള് ആമേൻ പത്രോസ് അപ്പോസ്തലനായിരുന്നില്ല. ഹല്ലേലൂയ. സഭയ്ക്കകത്ത് പ്രധാനപ്പെട്ട ആൾ ആരല്ല? പത്രോസ് അപ്പോസ്തലനല്ല. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാമത്തെ അധ്യായം കഴിഞ്ഞു പോയാൽ അടുത്തൊരു പൗലോസിനെ കാണും. സഭയ്ക്കകത്ത് പ്രധാനപ്പെട്ട ആള് പൗലോസ് അപ്പോസ്തലനല്ല. ഹല്ലേലൂയ. സഭയെ ഉരുവാക്കിയതും സഭയിലെ പ്രധാനപ്പെട്ടയാളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലെങ്കിൽ സഭ സഭയല്ല. എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ, ഞാനിത് ഇല്ലാത്തതല്ല, നിങ്ങൾക്ക് വേദഭാഗം ഉൾപ്പെടുത്തി ഞാൻ എടുത്ത് പഠിപ്പിച്ചു. എനിക്ക് സമയം കുറവാണ്, ഞാൻ ഓടുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്, എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ആരോടെ ചോദിച്ചു നോക്കി, സൽവാറിലുണ്ട്, ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവൻ അല്ലെന്ന വചനം പറയുന്നത്. ക്രിസ്ത്യാനി ആകണമെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്ത്യാനി എന്ന പേര് വന്നത് എവിടെ വെച്ച്? അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്കാണ് ആമേൻ ക്രിസ്ത്യാനി എന്ന് പേര് വന്നത്. ശിഷ്യന്മാരായിരുന്നു? അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിയാ
ശിഷ്യൻ എന്ന് പറയുന്നത്. യേശു കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കലെന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ഹല്ലേലൂയ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, എന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികൾ ആകും. ഹല്ലേലൂയ. ഇതെല്ലാം പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന്മേൽ പകരുവാൻ തക്കവണ്ണം ദൈവം യേശു കർത്താവിലൂടെ നൽകിയ വാഗ്ദത്തങ്ങളായിരുന്നു. നമ്മൾ യേശുവിൻ്റെ മക്കളാണോ? അഭിഷേകം പ്രാപിച്ചിരിക്കണം. നിങ്ങൾ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം. കള്ള നാണയങ്ങളാകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ഒരു മുക്കുപണ്ടമായി മാറരുത് നിങ്ങൾ. ഇന്ന് രാത്രികാലം പറയും, കർത്താവേ, എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കുന്ന, അല്ലെങ്കിൽ എന്നെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാക്കി തീർക്കുന്നത് പരിശുദ്ധാത്മാവെന്ന മുദ്രണമാണെങ്കിൽ, ഇന്ന് രാത്രി ക്രിസ്തുവിനുള്ളവരെ വേർതിരിക്കുന്ന മുദ്രയായത് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഇന്ന് രാത്രികാലം പറയണം, കർത്താവേ, ആ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ പകരണം. ഹല്ലേലൂയ. ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വരുന്നാലാണ് വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ജീവിപ്പിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാകാം, നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകാം, നിങ്ങളെ കഷ്ടപ്പെടുത്തുന്ന, നിങ്ങളെ വ്യസനിപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ പറയും, ഈ അഭിഷേകത്തെ പ്രാപിച്ചാൽ നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്നിടത്ത് അഭിഷേകം നിന്നെ ജയിപ്പിക്കും. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ ഭാവിയെ, നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയോ നിങ്ങളുടെ ചിന്തയോ ആയിരിക്കത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെടുക്കണം. പരിശുദ്ധാത്മാവില്ലയോ ദൈവത്തിൻ്റെ മക്കൾ എന്ന പേരിൽ നമ്മൾ അർഹരല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പേര്, ഞാൻ നിങ്ങൾ പോലെ ഇതുപോലൊരു കൺവെൻഷയോഗത്തിനകത്ത് ഇരിക്കുമ്പോഴാണ് എനിക്കും കർത്താവിൻ്റെ അഭിഷേകത്തെ തന്നത്. ആ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചത്. ഇന്ന് രാത്രികാലം ഞാൻ പ്രായഭേദമെന്നേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരിക. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെ തൊടുക. ഈ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, ആമേൻ, ഞാൻ ഒരു കാര്യം ഉറപ്പോടെ പറയാം, നിങ്ങളെ പരാജയപ്പെടുത്തി കളയുമെന്ന് പറയുന്ന മണ്ഡലങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ജയത്തോടെ നിൽക്കും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കാരണം നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. നമുക്ക് വിരോധമായി നിൽക്കുന്ന ആമേൻ വ്യക്തികളും മണ്ഡലങ്ങളും ആമേൻ മുൻപിൽ കാണുന്നതാണെങ്കിൽ, നമ്മുടെ മുൻപിൽ ഒരു വ്യക്തിയായി വന്ന് ഫൈറ്റ് ചെയ്ത് കയ്യിൽ കിട്ടുന്ന ആയുധമെടുത്ത് നമുക്ക് അവനോട് ഫൈറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കാണാത്ത മണ്ഡലത്തിനകത്തുനിന്ന് നിനക്ക് വിരോധമായി ഹല്ലേലൂയ ഫൈറ്റിംഗ് വരുമ്പോ, ഇന്ന് രാത്രികാലം ആത്മാവിന്റെ അഭിഷേകത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രാപിക്കാൻ നീ തയ്യാറാണ്. അവൻ തോൽപ്പിക്കുമെന്ന് പറയുന്നിടത്ത് അവൻ നിനക്ക് വിരോധമായി അവൻ എഴുന്നേൽക്കുന്ന ശത്രു മണ്ഡലങ്ങളെ അവൻ തോൽപ്പിക്കുവാൻ നിന്നെ ഈ പരിശുദ്ധാത്മാവ് സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തിരിച്ചറിയാൻ പറ്റുമോ? ഇന്ന് രാത്രികാലം പറയാൻ പറ്റും, കർത്താവേ, ഞാൻ പലയിടത്തും ഒതുങ്ങിപ്പോയി. പല രോഗങ്ങൾ, പല പ്രയാസങ്ങൾ, പല പ്രതിസന്ധികൾ എന്നെ വല്ലാതെ ഒതുക്കിക്കളഞ്ഞു. പക്ഷേ എനിക്ക് ജീവിക്കണം. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥി പോലെ ഏറ്റവും ഞാൻ ഉണങ്ങിപ്പോയി. വല്ലാതെ പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിന് വിരോധമായി വരിക. രാത്രിയാമങ്ങളിൽ ദുസ്വപ്നം കണ്ട് അലറിക്കരയുന്നവരുണ്ടാകുക. വല്ലാതെ ഉറക്കം ഞെട്ടി എഴുന്നേറ്റിട്ട് വല്ലാതെ ഭാരപ്പെടുന്നവരിതിനകത്തുണ്ട്. ഇന്ന് രാത്രികാലം അവൻ സ്വർഗത്തിന് പറയാനൊന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം നിങ്ങളുടെ മേൽ ദൈവം അയക്കുമ്പോൾ അതിനകത്തുനിന്ന് ദൈവം നിങ്ങളെ പുറത്തെടുക്കാൻ പോകുക. നിങ്ങളെ പിടിച്ചൊതുക്കുന്ന ചില മണ്ഡലങ്ങൾ നന്മയ്ക്കായി എങ്ങോട്ട് കാലെടുത്ത് വെച്ചാലും ഒരിടത്തും എത്തുന്നില്ല. പരാജയം മാത്രമേ മുൻപിലുള്ളൂ. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിലൊരു ദൂത് പറയാം, നീ പരാജയപ്പെട്ടെടുത്തുന്ന നിനക്ക് വേണ്ടി ചില വഴികളെ തുറക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലമുണ്ട്. ആ യേശു ക്രൂശിന്മേൽ മരിച്ചത് എന്തിനാണെന്നറിയാമോ? ഈ ആത്മാവിനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തിരികെ തരാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നേക്കുമായി നമ്മളിൽ നിന്ന് നഷ്ടമായി പോയ ആ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്കൊന്ന് തിരികെ തരാൻ പ്രസംഗിക്കുന്നവരുടെ ഭാഷയിൽ പറഞ്ഞ നമ്മൾ ഇങ്ങനെ പറയുക, യേശുവാകുന്ന മുന്തിരി കാൽവരി കൊലക്കളത്തിൽ മെതിക്കപ്പെട്ടിട്ട് അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്ന ഒരു വീഞ്ഞുണ്ട്, ഒരു പുതുവീഞ്ഞുണ്ട്. അതാണ് പരിശുദ്ധ ആത്മാവ്. യേശു പറയുക, ഞാൻ നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിനാ എന്നേക്കും നിങ്ങളോട്
നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ടോ? അതിന്റെ അതിന് ഹല്ലേലൂയ ആമേൻ അതിന്റെ ആമേൻ പ്രധാനം എന്തെന്നറിയാമോ? നീ യേശുവിനുള്ള വ്യക്തിയാന്ന, നീ യേശുവിന്റെ കുഞ്ഞാന്ന നിന്നെ കാണുന്ന ഓരോ വ്യക്തികൾക്കും തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തികൾക്കും മനുഷ്യന്മാർ തിരിച്ചറിയും, അതുപോലെ ആരും തിരിച്ചറിയും? പിശാചും തിരിച്ചറിയും. ആഭിചാരം വന്നാൽ ഗേറ്റിനടുത്ത് നോക്കും പണി കിട്ടുമോന്ന്. ഹല്ലേലൂയ. ശത്രു അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, എനിക്ക് ജയിക്കാൻ പറ്റുമോ ഈ വ്യക്തിയോട് അവൻ ഫൈറ്റ് ചെയ്യാൻ പോയാലെന്ന്. കാരണം അവൻ ദൈവത്തിനുള്ളതാന്നുള്ളതിൻ്റെ മുദ്രയാ അവൻ പരിശുദ്ധയാത്മാവെന്ന് പറയുന്നേ. ഹല്ലേലൂയ. ശിഷ്യന്മാർ ഭയന്ന് അവൻ ഒതുങ്ങിപ്പോയവരായിരുന്നു. പത്രോസും കൂടെയുള്ള ശിഷ്യന്മാരും. അവൻ നമുക്കറിയാം യേശുവിനെ ഒറ്റിക്കൊടുക്കുന്ന സമയത്ത് സകല ശിഷ്യന്മാരും ചിതറിപ്പോയി. പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ തൊട്ടിട്ടല്ലാതെ കർത്താവ് നിന്നെ തൊടാനൊക്കത്തില്ല. ഹല്ലേലൂയ. യേശു മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാ. പക്ഷേ ആ പത്രോസ് പോലും മഹാപുരോഹിതന്മാരുടെ ദാസിമാരുടെ മുൻപിൽ, ബാല്യക്കാരത്തിയുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞപ്പോ ഹല്ലേലൂയ ആമേൻ അവിടെ തോറ്റുപോയപ്പോ അവർക്ക് പറയാൻ ഭയം കീഴ്പ്പെടുത്തി കളഞ്ഞു കർത്താവേ. ഹല്ലേലൂയ. എന്ത് ഭയമാ? മരണഭയം. ഹല്ലേലൂയ. എന്ത് ഭയമാ? അത് കീഴ്പ്പെടുത്തി കളഞ്ഞു. ഹല്ലേലൂയ. പേടിച്ചൊതുങ്ങിയ ഇവർ മർക്കോസിന്റെ മാളികയ്ക്കകത്തോട്ട് കയറിയത്. പക്ഷെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതലുള്ള വാക്യം ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് ആമേൻ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധയാത്മാവ് ഇവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ഇവരുടെ മേൽ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ പേടിച്ച് റൂമിനകത്ത് ഒതുങ്ങിയിരുന്ന ആമേൻ 12 ശിഷ്യന്മാരും ഉൾപ്പെടെ 120 പേർ ആമേൻ വായി തുറന്ന് അവർക്ക് പോലും ഹല്ലേലൂയ ആമേൻ ഒതുക്കി വെക്കാൻ കഴിയാത്തതുപോലെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എന്താ കാര്യമെന്നറിയാമോ? ഇനി ഒരാളുടെ മുമ്പിൽ തോറ്റുവാൻ, പരാജയമായി തീരുവാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് ആമേൻ അവർക്ക് വേണ്ടി ആമേൻ വാദിക്കുന്ന, അവരെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് അതിനകത്ത് അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. വചനം പറയുന്നു, ആത്മാവ് ആമേൻ ഹല്ലേലൂയ പിളർന്ന അഗ്നിജ്വാല പോലെ അവരുടെ മുൻപിൽ പ്രത്യക്ഷമായി അവരുടെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ഹല്ലേലൂയ. ഈ ആത്മാവ് വന്നാൽ നമ്മുടെ മേൽ മുദ്ര വരും. ഇത് വന്നാൽ പിന്നെ പിശാചിന്, ലോകത്തിന് കണ്ടാൽ അറിയാം നമ്മൾ ആർക്കുള്ളതാ? യേശുവിനുള്ളതാ. ഹല്ലേലൂയ. പിണങ്ങിയില്ലേ മുക്കുകൊണ്ട ഇല്ലല്ലോ ഇതിനകത്ത്. കൊണ്ടയിൽ ഇന്ന് നന്നായിക്കോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പേര് മാത്രം ക്രിസ്ത്യാനി, എന്തില്ല? അകത്ത് നെയ്യില്ലെന്ന്, അകത്ത് ആത്മാവില്ല, പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ ആമേൻ ഹല്ലേലൂയ കൊരിന്തിലേക്ക് പോകുന്ന സമയത്ത് ആമേൻ 19-ാം അധ്യായത്തിന് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം അവിടെ ചെന്നിട്ട് അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്യണം? പ്രാപിക്കണം. ആരും അതിൽ നിന്ന് മാറി നിൽക്കാൻ ഒക്കത്തില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ എന്തായി മാറും? നമ്മൾ തോറ്റയിടത്തുനിന്ന് നമ്മൾ ജയിക്കും. മരണത്തിന് അധീനരായി പോയ നമ്മുടെ മർത്യ ശരീരങ്ങൾ മരണത്തിന് അതീതമായി മാറും. മരണത്തിന് നമ്മളെ തോൽപ്പിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം മരിക്കത്തില്ലെന്നല്ല അതിൻ്റെ അർത്ഥം, ആമേൻ. പക്ഷെ മരണം കൊണ്ട് നമ്മൾ തീരത്തില്ല. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. യേശുവിനെ ആരാധിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്തു വരുന്നതിന് ഹല്ലേലൂയ നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളാകരുത് അടിസ്ഥാനം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പോയാൽ വീട് കിട്ടും, ആട് കിട്ടും, കോഴി കിട്ടും, ആമേൻ ഹല്ലേലൂയ, കാറ് കിട്ടും, ഹല്ലേലൂയ ആമേൻ സൗഖ്യം കിട്ടും എന്നൊരു പേരിൽ മാത്രം എന്ത് ചെയ്യരുത്? കർത്താവിനെ സമീപിക്കരുത്. ഹല്ലേലൂയ. കർത്താവിനെ സമീപിക്കുമ്പോൾ ആമേൻ, ഇന്നലെ കർത്താവിൻ്റെ അഭിഷിക്തൻ പറഞ്ഞു, സ്നേഹത്തോടെ അപ്പൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ടേ, സ്നേഹത്തോടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. ഈ നിങ്ങൾ പറയും, നിങ്ങൾ എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കര സ്നേഹം, അപ്പനും അമ്മയ്ക്ക് എന്നെ ഭയങ്കര സ്നേഹം, ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹം. ഇല്ല, അവൻ ജീവൻ കൊടുത്തിട്ട് ആരും സ്നേഹിക്കത്തില്ല. ഹല്ലേലൂയ.
അങ്ങനെ സ്നേഹിക്കാൻ കപ്പാസിറ്റി ഉള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ. ജീവൻ കൊടുത്തിട്ട് ആരും ആരെയും സ്നേഹിക്കത്തില്ല. ജീവൻ കൊടുത്തു സ്നേഹിച്ച ഒരേ ഒരാളേ ഉള്ളൂ ഈ ലോകത്ത്, അത് നമ്മുടെ യേശു കർത്താവ്. ആരെയും കൊന്നിട്ടല്ല കർത്താവ് നമ്മുടെ ജീവൻ തിരിച്ച് നമ്മളെ ജീവിപ്പിച്ചേ, സ്വയം മരിച്ചിട്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ദൈവത്തിന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുമ്പോൾ ആമേൻ, വേദപുസ്തകത്തിനകത്ത് ആമേൻ ഇങ്ങനെ എഴുതി, ലേഖനവേദ ഭാഗങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു, നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ഈ സ്നേഹം കർത്താവ് നമുക്ക് വേണ്ടി തന്നു. ഇതിനൊന്ന് റിസീവ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തോൽവിയായിരിക്കണം നല്ല കർത്താവിൻ്റെ ആഗ്രഹം. നിങ്ങൾ പരാജയമായിരിക്കണം നല്ല കർത്താവിൻ്റെ ആഗ്രഹം. നിങ്ങൾ ജയിക്കണമെന്നാ. നിങ്ങളെ തോൽപ്പിക്കുന്ന മണ്ഡലങ്ങളുണ്ടാകാം, പക്ഷെ ഇന്ന് രാത്രികാലം ഈ ശബ്ദം നിങ്ങളുടെ ചെവിയിലെത്തുന്നത് അവൻ നിരന്തരമായി നിങ്ങളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില മണ്ഡലങ്ങളുടെ മുൻപിൽ ജയത്തിനായി നിങ്ങളെ എഴുന്നേൽപ്പിക്കാനാണെന്ന് ഞാൻ ആത്മാവിനൊരു ദൂത് പറഞ്ഞാൽ റിസീവ് ചെയ്യുന്നവരുണ്ടോ? ചിലതിനെ ജയിച്ച് നിങ്ങൾ പുറത്തു വന്നിരിക്കും. ഹല്ലേലൂയ. മരണത്തിന്റെ പാശങ്ങളെ ജയിച്ച് നിങ്ങളെ നാളുകളെ ദണ്ഡിപ്പിക്കുന്ന ചില വിഷയങ്ങളെ ജയിച്ച് നിങ്ങൾ പുറത്തു വന്നിരിക്കും. നിന്റെ മുമ്പിൽ വഴി അടച്ചു കളയുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം ബ്രേക്ക് ആകുക, ഇന്ന് രാത്രികാലം ഉടഞ്ഞു മാറുക. നിന്റെ മുൻപിലോട്ടുള്ള പാതകളെ മൂടിക്കളഞ്ഞിട്ട് ദൈവത്തെ ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല എന്ന് നിന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് സ്വർഗം ഇന്ന് രാത്രികാലം വീടുകൾ അയക്കുന്നു. ഇന്ന് രാത്രികാലം നിങ്ങൾ എന്ത് വിഷയമായിട്ട് ഇതിനകത്ത് വന്നോ അതിനകത്ത് ഇന്ന് രാത്രികാലം സ്വർഗം വിടുതലിനെ അയക്കാൻ പോവുക. അവൻ രോഗത്തോടെ വന്നായിരിക്കാം സ്വർഗം അവൻ വിടുതലിനെ അയക്കുക. ഭാരത്തോടെ വന്നായിരിക്കാം വിടുതലിനെ അയക്കുക. മരണ ഭയത്തോടെ വന്നോ സ്വർഗം വിടുതലിനെ അയക്കുക. തകർച്ചയോടെ വന്നോ സ്വർഗം നിന്നെ കാണുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയും, കർത്താവ് എനിക്ക് ജയിക്കണം, ഞാൻ തോൽവി എന്ന് എന്നെ നോക്കി പറഞ്ഞ അതേ മണ്ഡലത്തിൻ്റെ നടുവിൽ എനിക്ക് ജയിക്കണം പപ്പ. തോൽവിയായിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ പരാജയപ്പെട്ടു പോയതിൻ്റെ നടുവിൽ നിന്ന് എനിക്ക് ജയത്തോടെ പുറത്തു വരണം. ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയാം, ഇന്ന് പകൽക്കാലം അവൻ ഈ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് വില കൊടുത്ത പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. ഹല്ലേലൂയ. എന്ത് കിട്ടത്തില്ല? വില കൊടുത്ത പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. അവൻ പത്രോസ് അവൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുക, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ, 2-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. അവൻ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യം എന്ന് പറഞ്ഞ് അവൻ യഹൂദന്മാരോട് അവൻ യേശുവിനെ കുറിച്ച് ഈ ബർക്കോസിന്റെ മാളികക്കകത്ത് അവൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പേടിത്തൊണ്ടനായിരുന്ന പത്രോസ് ധൈര്യശാലിയായി എഴുന്നേറ്റ് നിന്ന് വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രസംഗം കേട്ട് കുത്തുകൊണ്ടിട്ട് ഒരു വലിയ കൂട്ടം വന്ന് പത്രോസിനോട് ചോദിക്കുക, അങ്ങനാണെങ്കിൽ ഇനിയിപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്താൽ ഹല്ലേലൂയ ഈ അഭിഷേകത്തെ പ്രാപിക്കാൻ പറ്റും? അവർ പ്രാപിച്ച അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇവരിലേക്ക് അവൻ ഒരു എന്താ പറയാ, ഒരു ചലനമായി ഒന്ന് തട്ടിയപ്പോ, ഇവരുടെ ഹൃദയത്തെ ഇളക്കിയപ്പോ, ഇവർ പറഞ്ഞ വചനം അവരുടെ ഹൃദയത്തെ ഇളക്കിയപ്പോ അവർ ചോദിക്കുക, ഞങ്ങൾക്ക് എങ്ങനെ ഈ അഭിഷേകത്തെ പ്രാപിക്കാൻ പറ്റും? ഹല്ലേലൂയ. പത്രോസ് നന്നായിട്ട് നല്ല രീതിയിൽ 2-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 38 മുതലുള്ള വാക്യത്തിൽ അവിടെ ഞാൻ ഒന്ന് വായിക്കാം ഓടിച്ച്. അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, പത്രോസ് അവരോട് 37-ാം വാക്യം പറയുന്നു, ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം മാനസാന്തരപ്പെടണം.
എന്ന് വെച്ചാൽ ദൈവഹിതമല്ലാത്ത വഴികളിലാണ് നടക്കുന്നതെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, കർത്താവേ ഇനി ഞാൻ അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒന്ന് മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് അവൻ ദൈവസന്നിധിയിലേക്ക് തിരിയുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് മാനസാന്തരം. ഹല്ലേലൂയ. അടുത്തൊന്ന് പറയുന്നുണ്ട്, സ്നാനപ്പെടണം. അത് ഹല്ലേലൂയ വിശദമായി പറഞ്ഞ യേശു കർത്താവ് സ്നാനമേറ്റതുപോലെ സ്നാനപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് രാത്രികാലം ഞാൻ പറയാം, ആമേൻ, കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, വിശ്വസിക്കുന്നെങ്കിൽ ആ ആത്മാവെന്ന ദാനം എന്ത് ചെയ്യും? നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് തരത്തിൽ ആമേൻ, ഹല്ലേലൂയ, ദൈവം നമ്മളെ അവൻ കർത്താവിനോട് കൂടുതൽ അടുപ്പിക്കുന്നുണ്ട്. ഒന്ന്, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം, ജലത്താലുള്ള സ്നാനം, രണ്ട് പ്രോസസ്സാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രിക്കാലം ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉടഞ്ഞു പോയി, അനി തകർന്നു പോയി, ഇനി എഴുന്നേൽക്കത്തില്ലെന്ന് പറയുന്ന മണ്ഡലങ്ങളുണ്ടാകും, എഴുന്നേൽപ്പിക്കത്തില്ലെന്ന് പറയുന്ന മണ്ഡലമുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വന്നാൽ ഇതെന്താണ്? ദൈവത്തിനുള്ളവനാണെന്ന് നമ്മളെ നോക്കി നമുക്കൊരു ഉറപ്പ് തരുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. അതിനുവേണ്ടി എന്തു ചെയ്യണം? മാനസാന്തരപ്പെടണം, പാപങ്ങളെ ഏറ്റുപറയണം. വചനം പറയുന്നു, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരത്തില്ല. ഇതൊരു വീഞ്ഞ. അന്ന് മർക്കോസിന്റെ മാളികയിൽ പരിശുദ്ധാത്മാവിനെ പകർന്നപ്പോ ആമേൻ, ലോകം പറഞ്ഞ് വന്ന് ഓടി വന്ന് നോക്കിയിട്ട് പറയുക, ഇവർ പുതുവീഞ്ഞ് കുടിച്ചേക്കാന്ന്. ആന്ന് എവിടെ നിന്ന് വന്ന വീഞ്ഞ? കാൽവരി കൊലക്കളത്തിൽ യേശു കർത്താവ് എന്ന മുന്തിരി മെതിക്കപ്പെട്ടപ്പോൾ അതിനകത്തുനിന്ന് പുറത്തേക്ക് ഒഴുകിയ ആമേൻ, ലോകത്തെ മുഴുവൻ ഇളക്കുവാൻ ശക്തിയുള്ള ഒരു വീഞ്ഞ്. ഹല്ലേലൂയ. ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു വീഞ്ഞ്. ഈ ആമേൻ, ഇന്ന് രാത്രികാലം ഞാൻ പറയാം, നിങ്ങളാകുന്ന വ്യക്തി ഒരു പുതിയ തുരുത്തിയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നമ്മളിലേക്ക് വീഞ്ഞ് പകരപ്പെടും. ഇത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന എന്ത് വിഷയമാണെങ്കിലും ഇന്ന് രാത്രികാലം ഈ പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യും. ഞാനത് ഉറപ്പോടെ പറയും, പരിശുദ്ധാത്മാവ് കൈകാര്യം ചെയ്യും. ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ രോഗത്തോടായിരിക്കാം കടന്നു വന്നേ, പക്ഷേ സ്വർഗം നിങ്ങളെ ഇന്ന് രാത്രികാലം സന്ദർശിക്കും. ആമേൻ. ഒറ്റ കാരണം, ആമേൻ, ലോകത്തിൻ്റെ ശക്തിക്ക് യേശുവിനെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല എന്നതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ, ആമേൻ, ഈ ലോകത്തിൻ്റെ രോഗത്തിനോ ബാധ്യതയ്ക്കോ തകർച്ചയ്ക്കോ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പൈശാചികമുണ്ട്. അത് ലക്ഷങ്ങൾ ആമേൻ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ചെലവിട്ട് മന്ത്രവാദം ചെയ്തതാണെങ്കിലും ആയിക്കോട്ടെ, യാതൊന്നും നിങ്ങൾക്ക് വിരോധമായി തല ഉയർത്തത്തില്ല. യാതൊന്നും നിങ്ങൾക്ക് വിരോധമായി ജയമെടുക്കത്തില്ല. കാരണം ഹല്ലേലൂയ, യാതൊന്നിനും നിങ്ങളെ പിടിച്ചു വയ്ക്കാൻ കഴിയത്തില്ല. എങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, വചനം പറയുന്നു, മരണത്തിൽ നിന്ന് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രികാലം സ്വർഗം നിങ്ങളുടെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചറിഞ്ഞ് ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ ആത്മാവില്ലാത്തവൻ ദൈവത്തിനുള്ളവനല്ല. ചിന്തിച്ച് നോക്കുക, ഞാൻ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? ഈ അഭിഷേകത്തെ പ്രാപിച്ചിട്ടുണ്ടോ? ഞാൻ കർത്താവിനുള്ളതാണോ? അതോ പേര് മാത്രമേ ക്രിസ്ത്യാനിയെന്ന് ഉള്ളോ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവം മാറും. വിട്ടുമാറാൻ കഴിയാത്ത പാപ സ്വഭാവങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറും. അവൻ പാരമ്പര്യമായി കിടക്കുന്ന ശാപത്തിൻ്റെ മണ്ഡലങ്ങൾ നിങ്ങളിൽ നിന്ന് ബ്രേക്കാവും. വർഷങ്ങളായി നിങ്ങളെ പിടിച്ചു വച്ചിരിക്കുന്ന ആഭിചാരത്തിൻ്റെ മണ്ഡലങ്ങൾ നിങ്ങളിൽ നിന്ന് ബ്രേക്കാവും. പൈശാചിക ആധിപത്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുമാറും. ഇന്ന് രാത്രികാലം ഒരു അസാധാരണമായ ചലനം ഇതിനകത്ത് സ്വർഗം അയക്കാൻ പോവുകയാണ്. ശബാല ധേരകലബ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് രാത്രികാലം എല്ലാവരും കണ്ണുകളെ മൂടി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്ന് ആ കണ്ണുകളൊന്ന് മൂടിയേ. ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇന്ന് വരെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടില്ല, എനിക്ക് അഭിഷേകം വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആയിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങളുടെ കരങ്ങളെ ഒന്ന് ഉയർത്താമോ? റബല ഷേധിരേവ. അഭിഷേകം പ്രാപിച്ചിട്ടില്ല, എനിക്ക് ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. ആ ദൈവ സാന്നിധ്യം എനിക്ക് വേണ്ടി ഇറങ്ങണം. ശബല ധുരബലഭ രേഥറബ ശംധുരഗലഭ. ആ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിങ്ങളെ തൊടും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത പാപത്തിൻ്റെ മണ്ഡലങ്ങൾ വിട്ടുമാറും. നിങ്ങളെ
പിന്തുടർന്ന് വരുന്ന ശാപങ്ങൾ ബ്രേക്കാകാൻ പോവുക. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ ദിവസം, നിങ്ങളുടെ ദിവസമാക്കി സ്വർഗം മാറ്റുക. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന, നിങ്ങളെ ഒരു പുതിയ തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു രാത്രികാലമായി ഇന്ന് രാത്രികാലം മാറ്റുക. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു, കഥാവേ ഇന്ന് രാത്രികാലം അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണ്ടി വേണം. ഒരു നിമിഷം കണ്ണുകൾ മൂടി എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രികാലം ഒരു മനുഷ്യൻ്റെ മുൻപിലല്ല നിങ്ങളായിരിക്കുന്നത്. ഇത് വിടുതലിൻ്റെ സമയം, ഇത് ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന സമയം. ഇതിനകത്ത് രോഗത്തോടെ ആയിരിക്കുന്നുണ്ടെ പറയുക, പരിശുദ്ധാത്മാവിനെ സ്പർശിക്കണമെന്ന് പറയുക. അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗം നിങ്ങളെ ഇന്ന് രാത്രികാലം തൊടാൻ പോകുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം നിങ്ങളെ തൊടും. നിങ്ങളുടെ മുൻപിൽ വഴി അടച്ചു വെക്കുന്ന ആമേൻ, ഇന്ന് രാത്രികാലം പരിശുദ്ധം എങ്ങനെ പറയുന്നു, ആമേൻ, യോർദാനിനെ പോലെ നിങ്ങളുടെ മുൻപിൽ വഴി അടച്ചു കളയുന്ന, ആമേൻ, ചില നന്മയുടെ ആമേൻ ആമേൻ സമയമെത്തുമ്പോൾ, അനുഗ്രഹത്തിന്റെ സമയമെത്തുമ്പോൾ പലതും കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് പോലെ ജീവിതം ശൂന്യമാകുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ചില നന്മകൾ കരങ്ങൾ വരുന്നുണ്ട്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നിക്ഷേപമില്ലാതെ ചോർന്നു പോകുക. നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കി കളയുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം പരാജയപ്പെടാൻ പോവുക. അങ്ങനെ ചിന്തിക്കുന്ന, എൻ്റെ നന്മ എൻ്റെ കൈ വന്ന അടുത്ത നിമിഷം അത് ചോർന്നു പോകുന്നു, കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് ആമേൻ എന്ന് തിരിച്ചറിയുന്ന വ്യക്തികൾ ഒന്ന് കരമുയർത്തി ഒന്ന് പ്രാർത്ഥിച്ച ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുക. നന്മ വരുന്നുണ്ട് സിസ്റ്ററെ, പക്ഷെ പലതും കൈ നിൽക്കുന്നില്ല, എല്ലാം ചോർന്നു പോകുക, എല്ലാം ചോർന്നു പോകുക. കർത്താവ് ഇന്ന് രാത്രികാലം ഈ കരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഇവരുടെ ശൂന്യതകളെ മാറ്റുന്ന, ഇവരുടെ ശൂന്യതകളെ മാറ്റുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ ജനത്തിന് വേണ്ടി ഇറങ്ങണേ. സ്വർഗം നിങ്ങളെ തൊടുക. നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, നിങ്ങളുടെ കരങ്ങളുടെ അധ്വാനങ്ങളെ നിങ്ങൾക്ക് നന്മയ്ക്കായി ഉതകത്തൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക. ഇടയ്ക്ക് അഭിഷേകം പ്രാപിക്കാനുള്ളവർ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ ഇന്ന് പകൽക്കാലം എന്നെ തൊടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നിലുള്ള പാപ സ്വഭാവങ്ങളെ മാറ്റി എന്നിൽ അങ്ങയുടെ ആത്മാവിന്റെ സാന്നിധ്യം വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാ, ഇത് മനുഷ്യന്റെ സമയമല്ല, ഒരു വ്യക്തിയുടെ സമയമല്ല. ഇവിടെ ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുന്ന സമയം, ദൈവം തന്റെ നാമത്തെ മഹത്വപ്പെടുന്ന സമയം. വിട്ടുമാറാതെ കിടക്കുന്ന ചില രോഗത്തിന്റെ മണ്ഡലങ്ങളെ സ്വർഗം ഉടച്ചു മാറ്റുന്ന ഇന്ന് രാത്രികാലം. ഉദര സംബന്ധമായ ചില അസ്വസ്ഥതകൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുക. ഉദരത്തിനകത്ത് കിടക്കുന്ന കട്ടി, ഡോക്ടർ പറഞ്ഞു മുഴയുണ്ടെന്ന്. ഡോക്ടർ പറഞ്ഞു അവൻ എന്തോ കട്ടി അതിനകത്ത് കിടക്കുക, എന്തോ ഒന്ന് അതിനകത്തുണ്ട്. ഹല്ലേലൂയ, അതൊന്ന് ടെസ്റ്റ് ചെയ്യണം, വിദഗ്ധ ചികിത്സ വേണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തി വെച്ചേക്കുക. ഇന്ന് രാത്രികാലം അങ്ങനെ ഉള്ള വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു, തീ ഇറങ്ങുന്നു. ചില ഉദരങ്ങൾക്കകത്തുനിന്ന് വിട്ടുമാറാൻ പോവുക. അല്ല, ഡോക്ടറെ കാണിച്ചില്ല, പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉദരത്തിനകത്ത് എന്തോ ഉണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ ഭാരം അനുഭവിക്കുന്നു, അസാധാരണമായ ഒരു വെയിറ്റ്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഒരല്പം കഴിക്കുമ്പോൾ വല്ലാതെ ഉദരം വീർത്തു വരുന്നു, വല്ലാത്ത അസ്വസ്ഥത, ശരീരം തളർന്നു പോകുന്നതൊക്കെ ഫീൽ ചെയ്യുക. അങ്ങനെ പ്രാമേൻ വിഷയത്തോടെ ഇതിനകത്ത് വന്നിരിക്കുന്നവരെ കരങ്ങളെ ഒന്ന് ഉയർത്തി ദൈവശക്തി നിങ്ങളുടെ മേൽ ഇടുക, ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങുക. ഡോക്ടർമാരുടെ വിധികൾ മാറിപ്പോകട്ടെ. ഉദരത്തിനകത്ത് അനുഭവിക്കുന്ന ചില വിഷയങ്ങളുടെ ആ കട്ടികളുടെ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ സാന്നിധ്യത്തിനെ നയിക്കുന്നു. സൗഖ്യമാകുക. Be healed in the name of Jesus. ചിലത് ഉരുണ്ടു മാറുന്നത് പോലെ,
ചിലർക്കത് ഫീൽ ചെയ്യുക. പരിശുദ്ധമോ അങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരത്തിനകത്തുനിന്ന്, നിങ്ങളുടെ ഉദരത്തിനകത്തുനിന്ന് അത് ഇറങ്ങിപ്പോകുന്നത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുക. വിടുതൽ റിസീവ് ചെയ്യാൻ കഴിയുന്നു, റിസീവ് ചെയ്യുന്നു. ദൈവശക്തി നിങ്ങളെ തൊടുന്നു, ദൈവ സാന്നിധ്യം നിങ്ങളെ തൊടുന്നു. അവിടുത്തെ സംഭവിക്കട്ടെ, അവിടുത്തെ സംഭവിക്കട്ടെ. വിട്ടുവിട്ട് വരുന്ന ബ്ലീഡിംഗ് സംബന്ധമായ അസ്വസ്ഥത ഭാരപ്പെടുത്തുക. ഇന്ന് രാത്രികാലം ആ വ്യക്തി നിങ്ങളുടെ ഊദരത്തിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിച്ചോ. ഏത് വ്യക്തിയാണ് ആ വിഷയത്തോടെ ആയിരിക്കുന്നത്, നിങ്ങളുടെ ഊദരത്തിൽ നിന്ന് കൈവച്ചോ. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിന്റെ പ്രയാസം സ്വർഗം ഇന്ന് രാത്രികാലം എടുത്തു മാറ്റുക. ദൈവ മഹത്വം ഇന്ന് രാത്രികാലം ദൈവ ജനത്തെ സ്പർശിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ദൈവ ജനത്തെ സ്പർശിക്കട്ടെ. നടുവിനകത്ത് ചില സമയങ്ങൾ സൂചി കൊണ്ട് കുത്തി വെക്കുന്നത് പോലെ, പുറകു ഭാഗത്ത് നടുവിൽ അവൻ സൂചി കൊണ്ട് കുത്തി വെക്കുന്നത് പോലെ ആമേൻ. നിങ്ങളുടെ നടുവിന്മേൽ വേദന അനുഭവിക്കുന്ന വ്യക്തി ആരാ? ആ വ്യക്തി ഒന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ചേ. സൂചി കൊണ്ട് കുത്തുന്നത് പോലെ ഇടയ്ക്ക് വേദന. കർത്താവേ, ഞാൻ സഹോദരിക്കായി, ആ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് കണ്ടതുകൊണ്ടാ ആമേൻ ഹല്ലേലൂയ ഈ മക്കൾ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഭാരത്തോടെ വന്നിരിക്കുന്ന അങ്ങ് കണ്ടതുകൊണ്ടാ കർത്താവേ അങ്ങ് സംസാരിച്ചത്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രികാലം ആ വിടുതൽ ഈ വ്യക്തികളുടെ മേൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇപ്പോൾ ആ വിടുതൽ ആമേൻ ശരീരങ്ങൾക്കകത്തേക്ക് ചലിക്കട്ടെ. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആ വേദന, ആ ഭാരം ശരീരത്തിനകത്തുനിന്ന് അഴിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ചില സമയങ്ങളിൽ ചുമ്മാതെ നിൽക്കുന്ന സമയത്ത് ചെവിക്കകത്തുകൂടെ എന്തോ ഇങ്ങനെ മൂളി കടന്നു പോകുന്നത് പോലെ ചില സമയങ്ങൾ അത് നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധമോ അങ്ങനെ പറയുന്നു. ചില സമയങ്ങൾ അത് നിന്നെ ഭയപ്പെടുന്നു. മൂളി അമേൻ വല്ലാതെ നിന്റെ ചെവിയുടെ അടുത്തുകൂടെ കടന്നു പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഒരേപോലത്തെ ഫീലിംഗ് പല സമയങ്ങളിലും നീ ഞെട്ടുന്നു. ചില സമയങ്ങളിൽ ആരാ ആ വ്യക്തി? ഇന്ന് രാത്രികാലം ആ വ്യക്തി ഒന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ചേ. ഇതിനകത്തൊണ്ട ആ വ്യക്തി. പരിശുദ്ധമ്മ നിങ്ങളെ തൊടാൻ പോവുക. ആ ചെവിക്കകത്തുള്ള അസ്വസ്ഥത, ചെവിക്കകത്ത് കേൾക്കുന്ന പിശാചിന്റെ മൂളലുകളെ സ്വർഗം ഇന്ന് രാത്രികാലം ഉടയ്ക്കുക. ഇന്ന് രാത്രികാലം സ്വർഗം ഉടയ്ക്കുക. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ചലിക്കട്ടെ. അസാധാരണമായ ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രികാലം സംഭവിക്കട്ടെ. നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോവുക. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിച്ചോ. സ്വർഗം നിങ്ങളെ തൊടുക. ദൈവത്തിന്റെ മഹത്വം നിങ്ങളെ തൊടുക. നാളുകളായി പിന്തുടർന്ന് വരുന്ന ചില വിഷയങ്ങൾക്കകത്ത് കർത്താവിന്റെ മഹത്വം ചലിക്കും. നാളുകളായി നിങ്ങളെ പിന്തുടർന്ന് വരുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ഇറങ്ങുക. ശൂന്യമായ പാത്രമെന്ന് ലോകം നിന്നെ നോക്കി പറയുന്നുണ്ട്. നിന്നെ ഒന്നിനും കൊല്ലുകയില്ലെന്ന് സാഹചര്യങ്ങൾ നിന്നെ നോക്കി പറയുന്നുണ്ട്. ഇന്ന് രാത്രികാലം പരിശുദ്ധമാവ് തൊടുക. വിരോധമായി കിടക്കുന്ന ചില മണ്ഡലങ്ങളെ സ്വർഗം ഉടയ്ക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ഇറങ്ങട്ടെ. ഈ തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന അനാവശ്യമായ ഭയത്തിന്റെ മണ്ഡലങ്ങൾ ഇന്ന് രാത്രികാലം വിട്ടുമാറട്ടെ. അനാവശ്യമായി വന്നു കിടക്കുന്ന ഭയത്തിന്റെ മണ്ഡലങ്ങൾ ദൈവ സാന്നിധ്യം ചലിക്കുക. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുക. ദൈവിക സ്വാതന്ത്ര്യം ഇറങ്ങുക. ചില ഇരുളിന്റെ തേർവാഴ്ചകളെ ഇന്ന് രാത്രികാലം പരിശുദ്ധമ ഉടച്ചു മാറ്റുന്നു. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ദൈവ ജനത്തിനു വേണ്ടി സ്വർഗം അയക്കുന്നു. ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രികാലം ദൈവ ജനത്തിനു വേണ്ടി സ്വർഗം അയക്കുക. നിന്നെ ഭയപ്പെടുത്തുന്ന ചില മണ്ഡലങ്ങൾ നിന്റെ ജീവിതം വിട്ടുമാറുക. വീട്ടിനകത്ത് നിൽക്കുമ്പോ ചില നിഴൽ രൂപങ്ങൾ കണ്ണിന് മുമ്പിലൂടെ പാസ് ചെയ്തു പോകുന്നത് പോലെ കണ്ണിന് മുമ്പിൽ കാണുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. അവരൊന്ന് കര ഉയർത്തി പ്രാർത്ഥിച്ചേ. അവരൊന്ന് കര ഉയർത്തിയ ചില നിഴൽ രൂപങ്ങൾ അവൻ ഭയപ്പെടുത്തുന്ന അളവിൽ നിങ്ങളുടെ മുൻപിൽ കടന്നു പോകുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം തൊടുക, 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 തൊടുക,
തൊടുക. ചില വിഷയങ്ങൾക്കകത്ത് കർത്താവിന്റെ മഹത്വം, ദൈവിക സാന്നിധ്യം ഇറങ്ങുക, ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുക. ദൈവ സാന്നിധ്യ ഈ ഭവനത്തിനകത്തേക്ക് ഇറങ്ങട്ടെ, ഇവിടെ കുടുംബത്തിനകത്തേക്ക് ഇറങ്ങട്ടെ. വിരോധമായി ചലിക്കുന്ന മണ്ഡലങ്ങളെ ജയിക്കുന്ന അഭിഷേകം, ഒരു അസാധാരണമായ ശക്തി ഇന്ന് രാത്രികാലം ചലിക്കട്ടെ. നാളുകളായി പിന്തുടർന്നു വരുന്ന ചില പരാജയങ്ങൾ ജീവിതത്തിനകത്തുനിന്ന് സ്വർഗം ഇന്ന് രാത്രികാലം മാറ്റുക. ദൈവത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിനകത്തേക്ക് ഇന്ന് രാത്രികാലം ചലിക്കട്ടെ.